അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ഒക്കെ ഹജ്ജ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗളായുടെ ചാര ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സലാത്തും സലാമും പറയാൻ ആഗ്രഹമുള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ പണമില്ല, ആഗ്രഹിക്കാനേ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു സൂറത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ സൂറത്ത് നിങ്ങൾ ഓതാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുമെന്ന് ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് കേൾക്കാം, പഠിക്കാം. വീഡിയോ പൂർണ്ണമായും കേൾക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമന്റായി രേഖപ്പെടുത്തുക. സൂറത്തു നബ നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തിന്റെ പ്രത്യേകത പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പറഞ്ഞത് കാണാം. ലി അദാഇൽ ഹജ്ജ്, അവനിക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയും ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ എന്ന് കാണാം. മൻ ദാവമ അലാ ഖിറാഅത്തി സൂറത്തുൻ നബ, സൂറത്തുൻ നബ ഒരാള് പതിവാക്കുകയാണെങ്കിൽ സനത്തൻ കാമില, പരിപൂർണമായ ഒരു വർഷം അവൻ ഈ സൂറത്തിനെ പതിവാക്കുകയാണെങ്കിൽ മറത്തൻ വാഹിദ, ഒരു ദിവസം ഒരു തവണ ഓതിയാൽ മതി. കുല്ലയോമിൻ, എല്ലാ ദിവസവും ഓരോ തവണ. എന്നാൽ റസഖൽ ഹജ്ജ ഫീ സനത്തി സാനിയ, തൊട്ടടുത്ത വർഷം അവനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ഇവിടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു സംശയമുണ്ടാകും. ഞങ്ങൾ ഓതുന്നതിനിടയിൽ ഹൈദ് ഉണ്ടാകും, നിഫാസ് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ, എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അതിനും മഹാന്മാര് നമുക്ക് മറുപടി പറഞ്ഞു തന്നത് കാണാം. ഉദാഹരണം പറഞ്ഞാൽ 7 ദിവസം നിങ്ങൾ ഓതി, പിന്നീട് ഹൈലുണ്ടായി, മെൻസസ് ഉണ്ടായി. അങ്ങനെ മെൻസസ് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം തുടർന്ന് നിങ്ങൾ ഓതുമ്പോൾ ആദ്യത്തെ 7 ദിവസം നിങ്ങൾ ഓതിയല്ലോ, ആ 7 ദിവസം കണക്കാക്കിയിട്ട് പിന്നീട് ഓതുന്നത് 8ാമത്തെ ദിവസം മുതൽ കണക്കാക്കി ഓതണം. ഇങ്ങനെ ഒരു വർഷം പൂർത്തിയാക്കി ഓതണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കും. ആത്മാർത്ഥതയോടുകൂടി, ഭയഭക്തിയോടുകൂടി, അക്ഷരങ്ങളും എല്ലാം ശ്രദ്ധിച്ച് നാം പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കും. അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.